ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ദുപ്പട്ടയ്ക്ക് ലേസ് വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതാണ്. അതായത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഒരു ഡിസൈനർ ദുപ്പട്ട ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ദുപ്പട്ട ഏത് ഫാബ്രിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് എടുക്കാം. ഞാനിവിടെ 2.25 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. മാക്സിമം 2.5 മീറ്റർ വരെ ആവാം. പൊക്കമുള്ള ആളാണെങ്കിൽ 2.5 മീറ്റർ എടുത്തോളൂ. ഞാനിവിടെ ഒരു റോള് ലേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരറ്റത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേസ് ഒരു ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിൻ്റെ എഡ്ജസ് നീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ദുപ്പട്ടയുടെ അവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നൂല് വരണ ഭാഗമാണെങ്കിൽ ആ വശവും ഒന്ന് മടക്കി കൊടുക്കുക ചെറുതായിട്ട്. നൂല് പൊന്തി വരണ ഭാഗമാണെങ്കിൽ, അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂല് പുറത്തേക്ക് വരുമല്ലോ, ആ ഭാഗമാണെങ്കിൽ ഈ ദുപ്പട്ടയുടെ ഇതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ലേസും ദുപ്പട്ടയും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം ഇതേപോലെ. പിന്നെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ കട്ട് വർക്ക് ലേസ് ആയതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം പുറത്തേക്ക് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ സ്റ്റിച്ച് കൊടുക്കുന്നത്. അതായത് ലേസിൻ്റെ ഭാഗം കുറച്ച് പുറത്തേക്ക് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് നോർമൽ ലേസ് ആണെങ്കിൽ രണ്ടും ഒരേ ലെവലിൽ വെച്ച് തുന്നാം. അത് കഴിഞ്ഞ് വൺസ് കോർണറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് കുറച്ച് ഭാഗം ഒരു ട്രയാങ്കുലർ ഫോം ആക്കിയിട്ട് ഉള്ളിലേക്ക് ട്രയാങ്കുലർ ഫോമിൽ വെച്ചതിന് ശേഷം ഇതേപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ചിലരെന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആദ്യം സ്റ്റിച്ച് ചെയ്യും. അതിനേക്കാളും എളുപ്പമാണ്, ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ നമുക്കൊന്ന് മടക്കി കൊടുത്തിട്ട് വെച്ചാൽ മതി. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എഗെയിൻ ആ പോയിന്റിലെത്തുമ്പോൾ ഫൂട്ടർ മാത്രം പൊക്കിയാൽ മതി. സൂചി നൂലും അവിടെ തന്നെ നിർത്തുക. എന്നിട്ട് എഗെയിൻ ഈ ദുപ്പട്ടയുടെ ഇപ്പോൾ ഈ ഭാഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൂല് വരണ ഭാഗമല്ല, അതുകൊണ്ട് പിന്നെ മടക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റിച്ച് കൊടുക്കുക. എഗെയിൻ അടുത്ത കോർണർ എത്തുമ്പോൾ ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നൂല് വരണ ഭാഗമാണെങ്കിൽ, അത് നൂല് പുറത്തേക്ക് വരുന്ന ഭാഗമാണെങ്കിൽ ദുപ്പട്ടയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ഇതേപോലെ ഞാനിപ്പോൾ മടക്കണ പോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് എഗെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ അതായത് സാരിയിൽ എങ്ങനെ ലേസ് തുന്നി പിടിപ്പിക്കേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ലേസ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബെറ്റർ വേ ആണ്, അതായത് കുറച്ചുകൂടി പ്രൊഫഷണൽ വേ ആണ്. പക്ഷെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം മനസ്സിലാക്കാനൊക്കെ. പക്ഷേ ഇവിടെ വളരെ എളുപ്പത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഭയങ്കര ബിഗിനർ ആണെങ്കിൽ ഇതേപോലെ ചെയ്യാം. സാരിയിലും ഇതേപോലെ തന്നെ ചെയ്യാം. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി സ്റ്റിച്ചിങ് ചെയ്തിട്ട് പരിചയമുള്ള ഒരാളാണെങ്കിൽ എൻ്റെ മറ്റേ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, സാരിയുടെ വീഡിയോ. അത് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവസാനം അറ്റെത്തുമ്പോൾ ഇതേപോലെ അറ്റം മടക്കി വെച്ചിട്ട് എഡ്ജസ് നീറ്റാവാൻ അറ്റം മടക്കി വെച്ചിട്ട് അറ്റത്തെത്തുമ്പോൾ 2-3 സ്റ്റിച്ച് കൊടുത്ത് നിർത്തുക. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. അതായത് ഒരു ഭാഗത്തെ സ്റ്റിച്ചിങ് ഫുള്ള് കഴിഞ്ഞു, കണ്ടില്ലേ? ഇനി അപ്പുറത്തെ ഭാഗം ഉണ്ടല്ലോ, അതായത് ഇവിടെ സ്റ്റിച്ച് കൊടുക്കണമല്ലോ ഡെഫിനറ്റ്ലി. അപ്പോൾ അത് നമ്മൾ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കോർണറിന് എത്തിയിട്ട് മറ്റേ കോർണറിലെത്തുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ സൂചി അവിടെ തന്നെ നിർത്തുക. ഫൂട്ടർ മാത്രം പൊക്കിയെടുത്താൽ മതി. എന്നിട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഏതൊരു ബിഗിനറിനും ഈസിലി ചെയ്തെടുക്കാവുന്നതാണ്, ഒരു കോംപ്ലിക്കേഷനും ഒന്നുമില്ല. എന്നാൽ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഫഷണൽ ആൻഡ് നീറ്റ് ലുക്ക് ഉണ്ടാവും ഇതേപോലെ തുന്നിയെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടി ബെറ്ററായിട്ട് ഈ കോർണർ ഭാഗത്ത് ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി ഒന്ന് ബെറ്ററായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ സാരിയുടെ ആ വീഡിയോൻ്റെ ലിങ്ക് ഇതേപോലെ കാർട്ടിലിടാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം, ഏത് ലേസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം, അങ്ങനെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്കറിയാം കുറച്ച് പേർക്കൊക്കെ ഇത് ഓൾറെഡി അറിയുണ്ടാവും, ഭയങ്കര സിമ്പിളാണെന്ന് എനിക്കറിയാം. പക്ഷേ കുറേ പേര് എൻ്റെ അടുത്ത് അന്ന് സാരിയുടെ വീഡിയോ കണ്ടിട്ട് കുറച്ചുകൂടി സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന രീതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ സ്കേർട്ടിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ആൾ.